ഹലോ, ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്നലെ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വീഡിയോ ഇന്നത്തെ നമുക്ക് ടോപ്പിക്കൊന്നും പ്രത്യേകിച്ചില്ല. നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ മ്യൂസിയം ഉണ്ട്, ഹിൽ പാലസ്, അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇന്ന് നമ്മുടെ കസിൻസ് ഉണ്ട് 2 പേര്, അവരായിട്ട് ഇവിടെ മ്യൂസിയത്തിൽ വന്നതാണ്. ഇന്ന് അത്താഘോഷം സ്റ്റാർട്ടിങ് ആയ കാരണം ഇവിടെ നിന്നാണ് അത്താഘോഷം തുടങ്ങുന്നത്. അപ്പോൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്ന് ചോദിച്ചിട്ട് നിൽക്കണമായിരുന്നു. ഞാൻ അവരെ കാട്ടിത്തരാം. ഇതാ പോണ 2 പേരാണ് നമ്മുടെ കസിൻസ്. 5 കസിൻസ്. നെല്ലി 6வது, സിരുത്തെ കുസിത്തെ നനനെ നനനെ. ഫൈല് ചെറിയൊരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞിട്ട് ഫോണില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറത്തോടെ റെഡി ആയിക്കൊണ്ടിരിക്കും. ജ്യൂസ് എവിടെ ഉണ്ടായിരുന്നു? നമ്മളപ്പോൾ ഇന്ന് അത്തനഗറിലൊന്നും പോകണില്ല. ഇന്ന് നമ്മൾ നേരിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുമായിരിക്കും. അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എന്തെങ്കിലും ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാക്കണം. ഈ വീഡിയോ ചെയ്യണതൊക്കെ കുറച്ച് റോ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഇത് വ്ളോഗായിട്ടല്ല ഉദ്ദേശിക്കണം, നമുക്കൊരു ഡോക്യുമെൻ്ററി ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ല, അതായത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്, ഇത് നമുക്ക് അറിയാൻ പാടാത്ത പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെ ട്രീറ്റ് ചെയ്യുന്നു. ആൾക്കാർക്ക് ബെനിഫിറ്റുള്ള കാര്യമായിട്ട് നമ്മൾ മാറ്റണയാണ്. ഇവിടെ ഒടുക്കത്തെ പോക്കുണ്ടോ ഇന്നിവിടെ അത്തത്തിൻ്റെ ആഘോഷം തുടങ്ങണതിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരമൊക്കെ ഭയങ്കര ബ്ലോക്കായിട്ടുണ്ട്. പക്ഷെ അത് തരാം. ഇതുണ്ടോ, ഇത് സാധാരണ സമയത്ത് അധികം ബ്ലോക്ക് ഇല്ലാത്തതാണ്, പക്ഷേ ഇപ്പോൾ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഡോക്യുമെൻ്ററി ആയിരിക്കും നമ്മുടേത്, പിന്നെ റോ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അത് കണക്ക് ആയിരിക്കും നമ്മുടെ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സംസാരിക്കാനായിട്ട് വലിയ ടോപ്പിക്കൊന്നുമില്ല. ഇന്നലെ നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു, ഇന്ന് നമ്മൾ പ്രിപ്പയർഡ് അല്ല. ഇന്ന് പ്രിപ്പയർഡാണ്, ഒരു കാര്യത്തിൽ പ്രിപ്പയർഡാണ്. ഇന്നലെ നമുക്ക് വീഡിയോയിൽ നോക്കിയിട്ട് സംസാരിക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ആ ബുദ്ധിമുട്ടില്ല. ഇന്ന് ഞാൻ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്, ലിറ്റിൽ ബിറ്റ് മോർ കോൺഫിഡൻസ്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് സംസാരിക്കാനായിട്ടുള്ള ആ ഒരു ചടപ്പ് ചെറുതായിട്ട് മാറി തുടങ്ങി. ഈ റോട്ടിക്കടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാനില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ആൾക്കാർ എന്ത് വിചാരിക്കുന്നു നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പോകും. അപ്പോൾ നമ്മൾ ആൾക്കാരെന്ത് വിചാരിക്കുന്നു, ആൾക്കാരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കണയാണ്. അപ്പോൾ ഇതൊരു കലക്കൻ എക്സ്പീരിയൻസ് ആണ്. അതായത് ഇത്ര നാൾ നമ്മൾ ഇതിക്കടെ ഇൻട്രവേർട്ടായിട്ട് ഞാൻ ചെറിയൊരു ഇൻട്രവേർട്ടും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ ഇൻട്രവേർട്ടായിട്ടുള്ള ഞാൻ ഒരു വീഡിയോയും പിടിച്ചുകൊണ്ട് ഇതിക്കടെ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ചലഞ്ചിങ് ആണ് ഇതെനിക്ക്. ആൾക്കാരൊക്കെ വർക്കിലൊക്കെയാണ് കേട്ടോ, പല ആൾക്കാരൊക്കെ ഇന്നലെ നമ്മളിതേപോലെ ഇവിടെ ഒരു ദിവസം നടന്നു പോകുമ്പോഴേക്കും
നമ്മളോട് ഇങ്ങോട്ട് ആൾക്കാർ വന്നിട്ട് ഇന്ന ആളല്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. വൈബായിരിക്കും അപ്പോൾ ഒക്കെ. ഇപ്പോൾ നമ്മൾ ആരും മൈൻഡ് ചെയ്യാനുള്ള കുറേ ആൾക്കാർ ഈ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആണെന്നേക്ക് ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കണയാണെന്നൊക്കെ ഉള്ള ജനറലി ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധമുള്ള കാരണം നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട. ഇതൊക്കെ നോർമലി അറിയാം. ഞാനിവിടെ കുറച്ച് കാലം ഒരു വണ്ടി ഓടിക്കുന്ന പരിപാടി ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞാൻ വണ്ടി കൊണ്ടുവന്ന് ഇടാറുണ്ടായിരുന്നു. അതെ, കാട്ടിത്തരാം. ഇപ്പോൾ അവിടെ ഈ സൈഡുണ്ടല്ലോ, നമ്മളിത് ഇവിടെ വരും. ടാക്സിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ടൈമിൽ നമ്മളെ വിളിക്കും. എന്നിട്ട് നമ്മൾ വരും. ഈ ശരിയുണ്ടോ, ഈ വണ്ടി കിടക്കണോടത്ത് ഒരു കാറുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ വരുന്നു, കാർ എടുക്കണം, പോണ്. ട്രിപ്പായിരിക്കും, പല സ്ഥലത്തായിട്ടായിരിക്കും. ചിലപ്പോൾ ആലപ്പുഴ ആയിരിക്കും, ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കും, പാലക്കാടായിരിക്കും. ഇന്ന സ്ഥലമൊന്നുമില്ല. നമ്മൾ വണ്ടി എടുക്കുന്നു, പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ചെറിയ പരിപാടിയൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വയലും പരിപാടിയൊക്കെ സെറ്റപ്പാണ്. ഇവിടെ വന്നിരിക്കാനും കമ്പനി ഇരിക്കാനൊക്കെ നല്ല വൈബ് സ്ഥലമാണ്. ഞാൻ ജസ്റ്റ് അതും കൂടി കാട്ടിത്തരാം. ഇതല്ല ചെറിയ വയലൊക്കെ ഉണ്ട്, പച്ചപ്പ് ഹരിതാഭ്യം ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാടത്തിൻ്റെ കുറുകെ കുറച്ച് വഴിയൊക്കെ ഉണ്ട്. അതുവഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയി ഇരുന്ന് സംസാരിക്കുക, കാറ്റ് കൊള്ളാം, പിന്നെ ഇഷ്ടമുള്ള പരിപാടികളൊക്കെ ചെയ്യാം. എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു കേട്ടോ. അവർ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി, പപ്സ് ഇല്ലാത്ത കാരണം അവർ വേറെ കടയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് നടക്കണതാണ്. അപ്പോൾ ഞാൻ അവരെ ഫോളോ ചെയ്ത് പോരണമായിരുന്നു. ഫോളോ ചെയ്ത് അവർ മുന്നേ നടന്നു പോയി. ഞാനാണെങ്കിൽ അവരുടെ കാര്യം മറന്നും പോയി. ഇനിയിപ്പോൾ അവരെ കണ്ടുപിടിക്കണം, നമ്മൾ അതിന് പോണെയാണ്. എടാ നീ അങ്ങനെയൊക്കെ പറയല്ലേട്ടാ. നമ്മൾ ആ ചേച്ചിയുടെ അടുത്തല്ല, ക്യാമറ അങ്ങോട്ട് ഫോക്കസായി. അത് നമ്മുടെ കുഴപ്പമാണോ? ആണത് ഇപ്പം എന്താ അഞ്ച് പറയാനുള്ള? എന്തെങ്കിലും സംസാരിക്കുമെന്നേ. ഇത് പറയാൻ പോകുമ്പോഴാണോ ഇത് ഏറ്റവും അടിപൊളി സ്വീറ്റ് പൊറോട്ട? ഇതിൽ ഏറ്റവും അടിപൊളി സ്വീറ്റ് പൊറോട്ട ഉണ്ട്. സ്വീറ്റ് പൊറോട്ട പക്ഷേ 2 ഉള്ളൂ. അത് കാരണം ഇവർക്ക് 2 സ്വീറ്റ് പൊറോട്ടയും ഒരു സോഡ ലൈമും എനിക്കൊരു സ്പെഷ്യൽ ഷാർജ ഷേക്കും പറഞ്ഞു. നമ്മൾ നടന്നേ ഒരു പള്ളിയുണ്ട്, കരിങ്ങാച്ചിറ പോലെ. ഇപ്പോൾ പള്ളിയുടെ ഗ്രൗണ്ടിൽ ചുമ്മാ കുറച്ച് നേരം നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയേക്കണേയാണ്. ഇവിടെ എന്താ കല്യാണ പരിപാടികളൊക്കെ നടക്കണ്ട കേട്ടോ. കല്യാണ പരിപാടികൾ എന്താണ്ടൊക്കെ നടക്കണ്ട്. നമുക്ക് ചിപ്സൊക്കെ മേടിച്ച് കഴിക്കാമെന്ന് ചോദിച്ചു. ഞാൻ കുറേ പേര് ഇവിടെ നടക്കാനൊക്കെ ഇറങ്ങണ സമയമാണ് ടൈം. 5-6 മണി സമയത്തൊക്കെയാണ് ആൾക്കാർ നടക്കാനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർ ദാൻ ദി പെർഫെക്ഷൻ, നിങ്ങളുടെ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാ ദിവസവും ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റണം. ഈ രാത്രി ടൈം ആകുമ്പോഴേക്കില്ല, രാത്രി ടൈം ആകുമ്പോഴേക്കും എനിക്ക് പേഴ്സണലി കുറേ ഐഡിയകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഭയങ്കര എനർജി ആയിരിക്കും. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. നമ്മൾ ഐഡിയ ചെയ്യും, എല്ലാം സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. ആരൊക്കെ ഐഡിയ ആയിരിക്കും ആ സമയത്തൊക്കെ രാത്രിയൊക്കെ. പക്ഷെ രാവിലെ എനിക്ക് ചെയ്യുമ്പോഴേക്കും
നമുക്ക് ഒരു തരി ഞങ്ങൾക്ക് ഉണ്ടാവില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടില്ല, മടിയാവും നമ്മൾ. അപ്പം ഈ മടി എന്ന് പറഞ്ഞ സാധനം ഈസ് പാർട്ട് ഓഫ് എല്ലാ മനുഷ്യന്മാരും. എല്ലാവരുടെ ഉള്ളിൽ നിന്ന് മടി മാറ്റി വെച്ചിട്ട് പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് ഒരു എന്ത് കാര്യം, ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, ക്ലാസ്സിൽ പോകുന്ന പിള്ളേരുണ്ടാവും, എന്തോ പരിപാടി ആയിക്കോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്സ് ലോട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് വേണം, ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്. ഇപ്പം അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ വേറെ സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വേറെ ആൾക്കാർക്ക് നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ പണി പാടും. കാര്യം നമ്മളിങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ എനർജി ആയി, അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് ഒരാൾ വന്നിട്ട് നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുക. നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ടൈമിൽ നമ്മൾ അത് കേട്ട് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി പാടും. അപ്പോൾ നമ്മൾ ഒരുപാട് കൺട്രോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കരുത് നമ്മളുടെ മേലിലുള്ള. ഞാനാണെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോകും. അപ്പോൾ മോർ ദാൻ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ബാക്കിയുള്ളവർക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ നിൽക്കും. അത് ഭയങ്കര ശോകം പരിപാടിയാണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു വിൽ ബി സഫറിങ്. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം കൂടി ചെറുതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യണം. എല്ലാപ്പോഴും അല്ല, ബാക്കിയുള്ളവർ പറയണത് കേൾക്കണമെന്നല്ല, കേൾക്കരുതെന്നല്ല, അവർ പറയണത് കേൾക്കണം. അതോടുകൂടെ തന്നെ നമുക്കും കൂടി കുറച്ച് സമയം കണ്ടുപിടിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും, ആൾക്കാരോട് സംസാരിക്കാനും. അതിനും കൂടി സമയം കണ്ടുപിടിച്ചില്ലെങ്കിലല്ലേ ലൈഫ് വിൽ ബി വെരി ശോകം. നല്ല സീനറി ആണല്ലോ, നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണല്ലോ. ഈ കാണുന്ന ബിൽഡിങ്ങുകൾ കണ്ട, ബിൽഡിങ്ങുകളെല്ലാം ഇല്ല, ചരിഞ്ഞ് നിൽക്കണതാണ്. ഒരു സൈഡിലോട്ട് ചരിഞ്ഞ ഈ ബിൽഡിങ് ഒക്കെ നിൽക്കണം. അടുത്താണ്, അതായത് അറ്റം തൊട്ടിട്ട് സൈഡ് മൊത്തം കണ്ട സ്റ്റാർ ഹോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സാണ്. പറഞ്ഞ കോംപ്ലക്സൊക്കെ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഫോൾട്ട് ഉണ്ടായിരുന്നു. അതായത് ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്, പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർക്ക് താമസിക്കാനായിട്ട് പെർമിറ്റ് കൊടുക്കാൻ പാടില്ല. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ കാശുണ്ട്, പവറുണ്ട്, കാര്യങ്ങൾ നടത്താനായിട്ടുള്ള കെപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതേപോലെ ആൾക്കാരൊക്കെ താമസിക്കും. ഇവിടെ താമസിക്കാനായിട്ട് പൈസ കുറവാണ് സത്യം പറയാം, ഈ ഒരു ഫോൾട്ടുള്ള കാരണം. പക്ഷേ ആൾക്കാർ അവരുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് അവർ താമസിക്കാനുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. കളക്കം വ്യൂ ഉണ്ടല്ലോ അവിടെ, വേണ്ട വലിയ ഗ്രൗണ്ടാണ്. ഈ ഇടയ്ക്ക് കട്ടയിട്ടാണ് കേട്ടോ ഇവിടെ. ആൾക്കാരൊക്കെ കാണുന്നു തന്നെ ഉണ്ടോ അടുത്തില്ല. ആൾക്കാരെ കാണുന്ന തന്നെ ഉണ്ട്, കുറേ പേരുണ്ട് ഇവിടെ. അത്ര വലിയ ഗ്രൗണ്ടായ കാരണം നമുക്ക് വരാൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. പിന്നെ രാത്രി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, ലൈറ്റൊക്കെ ഇപ്പം നല്ല ഡാർക്കാവും. എൻ്റെ വീട്ടിലോട്ട് ഇവിടെയൊക്കെ പോവാം.
ഇവിടെയൊക്കെ കുറേ ആൾക്കാരുടെ സ്ഥലമായിരുന്നു പണ്ട്. അതെല്ലാം കൂടി ഒരു പുള്ളി മേടിച്ച് പുള്ളിയുടെ സ്വന്തമാക്കി. അതിൽ കുറച്ച് ഏരിയ പള്ളിക്ക് കൊടുത്ത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇപ്പോൾ പാടവും ചെറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുള്ളി നൈസായിട്ട് പുള്ളിയുടെ സെറ്റാക്കി. ഈ സാധനം ഉണ്ടല്ലോ ലൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഇഷ്ടമുള്ള ഒരു ഐറ്റമായിരുന്നു കുർക്കുറെ. കുർക്കുറെ പഠിക്കുന്ന ടൈമിലൊക്കെ മേടിച്ച് കഴിക്കും. അപ്പോൾ ഈ സാധനം ഇതിൽ പ്ലാസ്റ്റിക് കണ്ടൻ്റ് ഉണ്ട്, ഇത് കത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകുതിരി വരെ കത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഇതേപോലെ ദിവസം ക്ലാസ്സിൽ പോയപ്പോഴേനും ടീച്ചർമാരൊക്കെ പറഞ്ഞ് എക്സാമ്പിളായിട്ട് ഈ സാധനം ലൈവായിട്ട് കത്തിച്ചൊക്കെ കാട്ടി. അന്നോടെ ഞാൻ കുർക്കുറെ കഴിക്കൽ നിർത്തി. പക്ഷേ ലൈസ് എന്നെ മാടി പിടിച്ചുകൊണ്ടിരിക്കും.